തുഷാർജിക്കൊരു കേക്ക് കൊടുക്കുക. സാമുദായിക അടിത്തറയുള്ളവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ, എന്നാലും അതിന്റെയൊക്കെ സാമുദായികമായിട്ട് അടിത്തറ പല സ്ഥലത്തുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ BDJs ഉൾപ്പെടെയുള്ള ഈ സംഘടനകളെല്ലാം നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കേരളത്തിൽ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം മുതൽ ഏതാണ്ട് പാലക്കാട് വരെ, പ്രത്യേകിച്ച് ആ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ മേഖലകളിലെല്ലാം സംഘടനാ പ്രവർത്തകരും കേരളം മൊത്തം വലിയ രീതിയിൽ വികസിക്കണം ഞാൻ പറയില്ല. കാരണം എല്ലാ സംഘടനയ്ക്കും എല്ലാ സ്ഥലത്തും നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തനം സജീവമായി നടത്തുവാനോ നമുക്ക് കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് പാലക്കാട് മലബാറിലേക്ക് പോയ സംഘടനാ സംവിധാനം വളരെ വീക്കാണ്. നിങ്ങൾ ദയവായി നിങ്ങൾ പ്രധാനപ്പെട്ട ട്രിവാൻഡ്രം മുതൽ അതുപോലെ എറണാകുളം വരെയുള്ള പ്രദേശങ്ങൾ ശക്തമായി പ്രവർത്തിച്ചാൽ NDA വലിയ സ്പേസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാം ഒരു നല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായും പഞ്ചഘടന പറ്റും. അതിന് നേതൃത്വം കൊടുക്കുവാൻ അതിനെക്കുറിച്ച് ഇത്രയും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങളുള്ളത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിൽ വരുമ്പോൾ യാതൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊക്കെ തല്ലും അടിയും അല്ലെങ്കിൽ കുഴപ്പങ്ങളും അവസരങ്ങളും വിട്ട് വീട് പഠിച്ചതാണ്. പക്ഷെ പുള്ളിയൊക്കെ നല്ല അടിയും കഴിഞ്ഞ് എല്ലാ സൈഡും പൂർത്തീകരിക്കുന്നവരാണ്. എളുപ്പം പണി ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളിൽ സജീവമായ പ്രവർത്തനം നമുക്ക് 10-12 മാസങ്ങളേ ഉള്ളൂ ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ അല്ല, മുൻപേ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തന്നെ നമ്മൾ ഒരാൾ ജയിക്കുകയും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും വലിയ മുന്നേറ്റമാണ് നമ്മൾ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 25 സീറ്റിന് മുകളിൽ നമ്മൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ അടുത്ത കേരളത്തിന് പൊതുവായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ അടുത്തൊരു ഭരണം വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ സഹായമില്ലാതെ ഭരണത്തിലേക്ക് ആർക്കും ചെല്ലാൻ പറ്റാത്ത ത്രികോണ മത്സരവും അല്ലെങ്കിൽ മത്സരവും ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമുക്ക് ശക്തമായ മുന്നേറ്റം ഇനി നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഈ പാർട്ടിയും ശക്തിപ്പെടുത്തേണ്ട ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ചെയർമാനാകുവാനും അതിനെ ഇന്ത്യയുടെ ഘടകകക്ഷിയാക്കുവാനും അതിന് മുഖ്യമായ അതിന്റെ പങ്ക് വഹിച്ചത് നമ്മുടെ ബഹുമാന ഉള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തോടുള്ള എന്നും കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാനപ്പെട്ട തുഷാർ ഉള്ളാപ്പള്ളിയുടെ ആ കടപ്പാട് കാണിച്ചിരിക്കും എന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട തുഷാർജിയുടെയും പത്മകുമാർജിയുടെ അടക്കമുള്ള ആ പിന്തുണയാണ് ഇങ്ങനെ ഒരു പാർട്ടി പ്രഖ്യാപിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ വളരെ ആശങ്കയോട് കൂടിയാണ് ഒരു പാർട്ടി പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഇരിക്കും, അത് നമുക്ക് ആളെ കിട്ടുമോ, ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വളരെ ഭയപ്പെട്ട് ആണ് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 14 ജില്ലകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിനോട് ചേർന്ന് NDAയോട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ വിവിധ പാർട്ടിയിൽപ്പെട്ട കേരള കോൺഗ്രസ് ബിയിൽപ്പെട്ട ആളുകൾ, ജോസഫ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ NCP എന്നുള്ള ആളുകൾ രാജ്യത്ത് SJDയിൽപ്പെട്ട ആളുകൾ, നിരവധി ആളുകൾ ഇപ്പോൾ കേരള കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. അതുപോലെ BJP നേരത്തെ പ്രവർത്തിച്ച ആളുകളൊക്കെ അവർ നിന്ന ആളുകൾ അവർ BJPയിലേക്ക് എടുത്തിരിച്ചു. പക്ഷേ കേരള കോൺഗ്രസിലേക്ക് വരാൻ വലിയൊരു പ്രതീക്ഷ നമ്മുടെ. അതിലെല്ലാം ആ പ്രതീക്ഷയ്ക്ക് കാരണം വളരെ പെട്ടെന്ന് തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ ഈ NDAയുടെ ഭാഗമായി NDA നേതൃത്വത്തിന്റെ ആ വലിയ ഒരു ആത്മാർത്ഥതയാണ് നമുക്ക് ഇത്രയേറെ പിന്തുണ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഞാൻ എനിക്കിത് സൂചിപ്പിക്കുന്നത് നമ്മളോട് NDA കാണിച്ചിരിക്കുന്ന ആ വലിയ മനസ്സിന് തിരിച്ച് അവരുടെ നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മൾ പരമാവധി ആളുകളെ വിവിധ പാർട്ടികളിൽ നിന്നായി ജനാധിപത്യ അല്ലെങ്കിൽ യൂണിയനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇടപെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മുടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്
വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് NDAക്ക് കൂടുതൽ കരുത്ത് പകരാൻ നമുക്ക് സാധിക്കണം. അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കടലാസ് സംഘടനയുമായി മുന്നോട്ട് പോകാൻ ഞാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഫീൽഡിൽ പ്രവർത്തിച്ച ആളാണ്. ഇതൊക്കെ ആളുകളെ കൂടി രാഷ്ട്രീയം കൊണ്ടുവന്നില്ല. നമുക്ക് ആളുകളെ പരമാവധി ഈ സംഘടിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന വളരെയേറെ നിരക്കിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട തുഷാർജിക്ക് ഒരിക്കൽ കൂടി ഈ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വർമ്മമാരെയും ഈ നമ്മുടെ ഈ പ്രവർത്തകർക്ക് എല്ലാവിധമായ പിന്തുണ വർമ്മമാരെയും അതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സംഗീത വിശ്വനാഥ്, പ്രിയപ്പെട്ട സംഗീത വിശ്വനാഥ് ഉൾപ്പെടെയുള്ള സന്ദീപ്, നമ്മുടെ സന്ദീപ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.